മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു വികൃതിയെക്കുറിച്ചുള്ള വാർത്തയാണ്. കൊല്ലം കുണ്ടറ സ്വദേശി ഷാനവാസിന് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഒറ്റ ദിവസം ലഭിച്ചത് 13 ചെല്ലാനുകൾ. ഒരേ തവണ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് 500 രൂപ പിഴ അടക്കാനാണ് ഒരേ ദിവസം 13 ചെല്ലാൻ അയച്ചത്. ഉദ്യോഗസ്ഥർക്ക് ഇത് എന്ത് പറ്റിയെന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. ഇത് ഒന്നിച്ചു വന്നപ്പോഴേ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആദ്യമേ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, എത്ര എണ്ണം. അപ്പൊ ആദ്യമേ വിചാരിച്ചു പല പറ്റിയായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ പൊട്ടിച്ചു നോക്കിയപ്പോഴേ എന്റെ യഥാർത്ഥ കോമഡി. കുണ്ടറ സ്വദേശി ഷാനവാസ് 2023 ഒക്ടോബർ 13 ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തത്. നിയമലംഘനം AI ക്യാമറ കയ്യോടെ പിടികൂടി. പക്ഷേ പിഴയൊടുക്കാനുള്ള ചെല്ലാൻ 4 മാസത്തേക്ക് ലഭിച്ചില്ല. സർക്കാരും കരാർ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് ചെല്ലാൻ വൈകാൻ കാരണമായത്. ഷാനവാസ് ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴപ്പേപ്പർ വീട്ടിലെത്തുന്നത്. ഒന്നല്ല, ഒറ്റ ദിവസം ലഭിച്ചത് 13 ചെല്ലാൻ. വീട്ടിലെത്തിയപ്പോഴാ പേടിച്ചു പോയി. കാരണം വീട്ടുകാർ സാധാരണ എന്നെ വഴക്ക് പറയാറുണ്ട് ഹെൽമെറ്റ് ഇടാതെ പോകുന്നതിന്. ഞാനങ്ങനെ മെയിൻ റോഡിൽ കൂടെ അങ്ങനെ അധികം ഹെൽമെറ്റ് ഇടാതെ പോവാറില്ല. അപ്പൊ വീട്ടുകാരെ അറിയണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് കിട്ടിയതും ഫാദറിന്റെ കയ്യില. 500 രൂപ പിഴയൊടുക്കാൻ വേണ്ടി 13 തവണ കത്തയച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന് നഷ്ടമാകില്ലേ എന്ന് ഷാനവാസ് ചോദിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയത്തില്ല. കാരണം ഇനിയിപ്പം ഇത് മൊത്തത്തിൽ അടങ്കലായിട്ട് ബംഗാളികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അങ്ങനെ ആണെങ്കിലല്ലേ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ്, ഒറ്റ പെറ്റി തന്നെ ഇത് മൊത്തം. ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഇത്ര മാത്രം: അതായത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വിടുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ ഇത് കണ്ടു ബോധം കെടും. അപ്പം നമുക്ക് അത്രത്തോളമുള്ള ലാഭമേ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സോഫ്റ്റ്വെയറിലെ പിഴവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ചെലാൻ നൽകുന്നതിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഒറ്റത്തവണത്തെ നിയമലംഘനത്തിന് കൊല്ലം സ്വദേശി ഷാനവാസിന് ലഭിച്ചത് 13 തവണ പിഴയൊടുക്കാനുള്ള രസീതാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഷാനവാസ്. നിയമലംഘനങ്ങൾ പതിവാകുന്ന കാലത്ത് നിയമലംഘകരെ പിടികൂടുക തന്നെ വേണം. പക്ഷേ ഒരു തവണത്തെ നിയമലംഘനത്തിന് 13 തവണയാണ് സർക്കാർ സംവിധാനങ്ങൾ ഓരോ വ്യക്തികൾക്കും നോട്ടീസ് അയക്കുന്നതെങ്കിൽ അത് സർക്കാരിന് വലിയ ബാധ്യത തന്നെ സൃഷ്ടിക്കും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24.